CPM-ന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കിയില്ല. ഇതാണ് വലിയ ചർച്ചാ വിഷയമായത്. മാത്രമല്ല തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഇങ്ങനെ സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസും BJP-യും സുധാകരനൊപ്പം ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടല്ലോ. തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളില് ഈ സുധാകരന്റെ ഉള്ളിലൊരു സനാതനി എപ്പോഴും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് രാമായണ മാസത്തിൽ രാമായണമൊക്കെ വായിക്കും. അതൊക്കെ വായിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ പി ഗോപാലക്കുറുപ്പ് ക്ഷേത്രങ്ങളിലൊക്കെ പുരാണ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ ഈ പിള്ളേര് ഈ സഹോദരന്മാരും ഒക്കെ രാഷ്ട്രീയത്തിലൊക്കെ വന്നിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോയിട്ട് ആവശ്യമില്ലാതെ ഒരുപാട് തിന്മയുടെ കൂടെയൊക്കെ നടന്ന് അവസാനം ആ തിന്മയുടെ ബലം അനുഭവിക്കുകയും വേണ്ടി വന്നു. അതാണല്ലോ ഇപ്പോൾ മനുഷ്യത്വം ഇല്ലല്ലോ പാർട്ടിക്ക്. അത് സുധാകരന് ഇപ്പോഴേ ബോധ്യപ്പെടുന്നുള്ളൂ. നാട്ടുകാർക്കൊക്കെ ഇത് നേരത്തെ ബോധ്യമായിരുന്നല്ലോ. ഈ സമയത്ത് കറിവേപ്പില പോലെ എടുത്ത് കളയുകയാണ് പാർട്ടി. മാത്രമല്ല MP ഗോവിന്ദനെ പോലെ എത്രയോ ജൂനിയറായ ഒരാള് ഈ പാർട്ടിയെ സംബന്ധിച്ച് രക്തസാക്ഷികളൊക്കെ ഉണ്ടായിട്ടുള്ള കുടുംബമല്ലേ സുധാകരൻ്റെത്, സഹോദരനുമൊക്കെ. അപ്പോ ഈ പുച്ഛിച്ച് ചിരിക്കുക. ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നു സുധാകരനെ പരിഗണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. എങ്ങനെ സുധാകരന് ഇതൊക്കെ സഹിക്കാൻ പറ്റും? ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിന് 2022 സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സുധാകരൻ പറയുന്നത് അനാവശ്യമായിട്ട് ഒഴിവാക്കിയെന്നാണല്ലോ. PH സലാമിനെ പോലുള്ള ആളുകളുടെ കുത്തിത്തിരിപ്പ് വളരെ ജൂനിയറായിട്ട് ഇന്നലെയൊക്കെ പാർട്ടിയിൽ വന്ന അല്ലെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകര എന്ന് പറയാവുന്ന കുറെ ആളുകൾ ഏതൊരു ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഈ ജില്ലാ സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടി ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ സുധാകരൻ പറയുന്നുണ്ടല്ലോ ഫേസ്ബുക്ക് പോസ്റ്റില്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളുകളും ഈ അപമാനിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഈ വീണ് പരിക്കേറ്റത് കൊണ്ട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയപ്പോഴും ബ്രാഞ്ച് യോഗത്തിൽ പോയിരുന്നു ഇദ്ദേഹം. സംസ്ഥാന കമ്മിറ്റി 43 വർഷം പ്രവർത്തിച്ച ആളായിരുന്നു. ബ്രാഞ്ചിലെ ഈ ഒരു ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ മാത്രമേ സുധാകരൻ പങ്കെടുക്കാതിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഈ അടിയന്തരാവസ്ഥയുടെ ഇത് ആചരിച്ചില്ലേ, അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിന് അനുഭവസ്ഥനെ വിളിച്ചില്ല, യോഗത്തിന് വിളിച്ചില്ല. ഇങ്ങനെ ബ്രാഞ്ചിലെത്തിയ ശേഷം ജില്ലാ സെക്രട്ടറി R നാസർ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. ഒരു പൊതുയോഗത്തിലും ഒരു പൊതുപരിപാടി കൊടുത്തിട്ടുമില്ല. പാർട്ടി നിശ്ചയിച്ചു കൊടുക്കണമല്ലോ, കൊള്ളാവുന്ന ഒരു പരിപാടി നിശ്ചയിച്ച് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരിക്കലും ഒരു തിരുത്തലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അടിയന്തരാവസ്ഥയുടെ 50ാമത്തെ വാർഷികം കൊണ്ടാടിയപ്പോൾ ക്ഷണിച്ചില്ല. അപ്പോൾ പാർട്ടിയിൽ ഇനി തുടർന്നിട്ട് ഇത്തരം നേതാക്കളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 ആരോപണങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. അത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ലെവി കൊടുത്തിട്ടില്ല, ഇനി വരിസംഖ്യ അതൊന്നും അടച്ചിട്ടുമില്ല, പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല, അതിന് ഇനിയും സമയമൊക്കെ ഉണ്ട്, പക്ഷെ താല്പര്യമില്ല. MA ബേബി പോയിരുന്നല്ലോ വീട്ടില്. അന്നും സുധാകരൻ മത്സരിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പാർട്ടി അറിയിച്ചിരുന്നതാണ്. പക്ഷെ പാർട്ടി അമ്പലപ്പുഴയിൽ സലാമിനെ തന്നെയല്ലേ നിർത്തുള്ളൂ. സലാം ഒരു തവണയല്ലേ മത്സരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ജില്ലാ സെക്രട്ടറിയുടെ ഉറ്റ ശിഷ്യനായ ലോക്കൽ കമ്മിറ്റി അംഗം ആക്ഷേപിച്ചു എന്നാണ് സുധാകരൻ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരാരോപണം. അപ്പോൾ സുധാകരൻ 2006, 2011, 2016 അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചതാണ്. 3 തവണ ജയിച്ചതാണ്. 2021 സുധാകരനെ ഒതുക്കിയിട്ട് H സലാം നിന്നപ്പോൾ സുധാകരന് അതിനു മുമ്പ് കിട്ടിയ വോട്ടൊന്നും കിട്ടിയിട്ടില്ല. സലാമിന് 44.79, സുധാകരന് അതിനു മുമ്പ് 47.32%, 3% കൂടുതലാണ് അവസാനം നിന്നപ്പോഴും കിട്ടിയത്. M ലിജുവിന് 36% മാത്രമായിരുന്നു ഈ സലാമിനെതിരെ മത്സരിച്ചപ്പോൾ. നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്
ഈ അനൂപ് ആന്റണിയും അതിനു മുമ്പ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് തോന്നുന്നു. ബി ജെ പിക്ക് കഴിഞ്ഞ 2 തവണയും അവിടെ കിട്ടിയിരിക്കുന്ന ഏതാണ്ട് ഒരേ വോട്ടാ. 22,000-നും 23,000-നും ഇടയ്ക്ക് വോട്ട് കിട്ടി. നമുക്കൊരു 25,000 എന്ന് വിചാരിക്കാം. ഏതാണ്ട് ഒരേ വോട്ടായിരുന്നു അനൂപ് ആന്റണിക്കും അതിനു മുമ്പും. അനൂപ് ആന്റണിയാണ് കഴിഞ്ഞോണം മത്സരിച്ചത്. അപ്പോൾ 25,000 വോട്ട് ബി ജെ പിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, ഗ്യാരണ്ടി ആണ്. അതിപ്പോ അവരൊക്കെ മത്സരിച്ചത് കൊണ്ടാണല്ലോ. സുധാകരൻ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ടും യു ഡി എഫിന്റെ വോട്ടും പിന്നെ സുധാകരന് കിട്ടുന്ന വോട്ടും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാല് സുധാകരൻ പറയുന്ന SDP-യുടെ ആളാണ് സലാം എന്നല്ലേ. അപ്പൊ ആ വോട്ടുകൾ മാത്രമായിട്ട് സലാം അങ്ങ് ഒതുങ്ങുകയും തൊപ്പിയിടുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എതിരെ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തുമോ? ഇല്ല. ഇപ്പം ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ നല്ല വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് തന്നെ പറയാം. കാരണം അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുണ്ട്. പാർട്ടിയുടെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്രയോ കാലം പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. കായംകുളത്ത് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷവും അദ്ദേഹം അമ്പലപ്പുഴയിൽ എത്തി മത്സരിച്ച് വിജയിച്ചിരുന്നു. അപ്പം അമ്പലപ്പുഴയിൽ എച്ച് സലാമിന് വേണ്ടിയിട്ടാണ് ജി സുധാകരനെ മാറ്റിയത് നേരത്തെ തന്നെ പറച്ചിലുണ്ട്. മാത്രമല്ല ഈ എച്ച് സലാമിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ വിയോജിപ്പ് ജി സുധാകരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിലൊക്കെ തന്നെ സലാം വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ സലാമിനൊരു വലിയ ഭീഷണിയാകും സുധാകരൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സലാം മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മൾ പാർട്ടിയിൽ കാണുന്നത് പോലെ അല്ല ഈ സലാം ഈ ചാനലുകളിൽ വന്നിരുന്നിട്ടുമൊക്കെ സുധാകരനെതിരെ ഒളിയമ്പുകൾ ചെയ്യാറുണ്ട്. അത് പാർട്ടി നേതൃത്വം അല്ലേ, സജി ചെറിയാനും ആർ നാസറും ഒക്കെ എന്താ പറയുക, അവരുടെ പിന്തുണ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. കാരണം അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്തതൊക്കെ ഈ പിണിയാളുകളെ കൊണ്ടാണല്ലോ പറയാ. ഈ ഗറില ആക്രമണമാണല്ലോ പാർട്ടിയിൽ സാധാരണ നടക്കുന്നത്. അപ്പൊ അവര് മനസ്സിൽ വിചാരിക്കുന്നത് സലാമിനെ കൊണ്ടും ഈ ബാബുജാനിന് വേണമെങ്കിൽ ബാബുജാന് സ്ഥാനാർത്ഥിയായിരിക്കും. അതെ, ചിലപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ആളുകളൊക്കെ കൊണ്ടാണ് ഈ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ അല്ലെങ്കിൽ തന്നെ പ്രശ്നത്തിലാണ് പാർട്ടി. വലിയ വിഭാഗീയത നടമാടുന്ന ഒരു ജില്ലയാണത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ AKGയുടെ കാലത്തൊക്കെ ഉണ്ടല്ലോ, എത്രയോ ഈ പാർട്ടിയിൽ നിന്ന് നീരസം ആയിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. പിണറായി വിജയനെ തന്നെ കുറച്ച് മാറി ഈ നക്സലൈറ്റുകളുടെ കൂടെയൊക്കെ പിണറായി വിജയൻ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ AKG ഒക്കെ പോയിട്ടാണ് ഈ പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ. എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. സുധാകരൻ്റെയും അങ്ങനെയല്ലേ, സുധാകരനെയും നിലനിർത്തി പോരേണ്ടതായിരുന്നില്ലേ അല്ലേ? ജി സുധാകരൻ ഒരു കാലത്ത് ആലപ്പുഴയിൽ CPM-ന്റെ ഒരു ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നതാണ്. ആ സമയത്ത് ഈ സജി ചെറിയാൻ, എച്ച് സലാം, അതുപോലെ തന്നെ ആർ നാസർ, ബാബുജാൻ ഇവരൊക്കെ അത് യൂത്ത് വിങ്ങിലൂടെ കയറി വന്നതാണ്. അപ്പോൾ അവരുടെ മുകളിൽ എപ്പോഴും ജി സുധാകരൻ ആധിപത്യം ഉണ്ടായിരുന്നു. ഒരു കാലം കഴിയുമ്പോൾ ജി സുധാകരൻ മാറുന്നു, ഇവർ തലപ്പത്തേക്ക് വരുന്നു ജില്ലാ നേതൃത്വത്തിൽ. അപ്പോൾ അവർ സുധാകരൻ മാറുന്നു എന്നുള്ളതല്ല, ഒതുക്കുന്നു. അപ്പോൾ ആ ഒരു വിരോധം ഇപ്പോൾ കൃത്യമായിട്ട് ജി സുധാകരൻ്റെ മേൽ ഇവർ പ്രയോഗിക്കുകയാണ്. സജി ചെറിയാനും നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ജി സുധാകരനെതിരെ ഉന്നയിച്ചിരുന്നു. ആർ നാസറും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജി സുധാകരനെ എന്തായാലും ഞങ്ങൾ വെട്ടി നിർത്തും, ഇത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പോകുന്നു. ഇത് സംസ്ഥാന നേതൃത്വം എന്താ മനസ്സിലാക്കാത്തത്? സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കാതിരിക്കുന്നതല്ലല്ലോ. കാരണം ഒന്നാമത് ഈ ജി സുധാകരന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കാനുള്ള ഒരു ഘട്ടം വന്നപ്പോ ഇന്നെ എടുക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റില് തിരുവനന്തപുരത്ത് പോയൊക്കെ ഇരുന്ന് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ഇല്ല. അദ്ദേഹം ഈ ലോക്കൽ പ്രവർത്തനം വഴി MLA ഒക്കെ ആയിട്ട് ഇരുന്ന് ഈ MLA ആയിട്ടിരിക്കുന്നത് പാർലമെന്ററി വ്യാമോഹം ആ സഖാവിന് കൂടിയിട്ടല്ലേ എന്ന് ചില സഖാക്കളെ കൊണ്ട് ഇപ്പൊ ചോദിപ്പിക്കുന്നുണ്ടേ. അതെങ്ങനെയാത് പാർലമെന്ററി? ഞാൻ ഒരിക്കൽ നായനാരോട് ഈ പ്രശ്നം തന്നെ ചോദിച്ചു, പാർലമെന്ററി വ്യോമോഹം കൊണ്ടല്ലേ ഇങ്ങനെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം. നമ്മള് ഈ പൊതുജന സേവനത്തിന് ഇറങ്ങിയാൽ ആ സേവനത്തിന് കൂടുതൽ അവസരം കിട്ടുന്നതല്ലേ MLA സ്ഥാനം, മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ജനപ്രതിനിധി എന്ന് പറയുന്നത്? അത് വ്യാമോഹമാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹം നല്ല മന്ത്രിയായിരുന്നില്ലേ? കോഴ വാങ്ങുന്ന ഒരു മന്ത്രി വേണമെന്നാണ് പാർട്ടിക്ക് ആഗ്രഹം. ഇപ്പൊ പാർട്ടി മാറിയല്ലോ. പാർട്ടി എന്ന് പറയുന്നത് മറ്റേ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ആയിപ്പോയി. അഴിമതിയിലൊക്കെ മുങ്ങി.
അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിന് പറ്റിയ ആളല്ല സുധാകരൻ എന്നുള്ളത് കൊണ്ട് അത്തരം താല്പര്യമുള്ള ആളുകൾ വന്നപ്പോൾ സജി ചെറിയാൻ വന്നത് മുതലാണല്ലോ ഈ ഒതുക്കുന്നത് സുധാകരനെ ഒതുക്കുന്നത്. കാരണം സുധാകരൻ കാശ് മേടിക്കുന്ന ആളല്ല, പക്ഷെ പാർട്ടിക്ക് കാശ് മേടിച്ചിട്ട് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരാളെ താല്പര്യം ഇപ്പൊ അങ്ങനെയാണ്, താല്പര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. അപ്പൊ സുധാകരൻ ഈ പാർട്ടിയുമായിട്ട് കലഹം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാകരൻ അതിനെതിരെ എപ്പോഴും ആഞ്ഞടിക്കുന്നുണ്ട്. പാർട്ടി അഴിമതിയുടെ പാതയിലേക്ക് കുതിച്ച് അങ്ങോട്ട് ചാടുകയും പറന്നു ഉയരുകയൊക്കെ ചെയ്തു ഈ അഴിമതിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ആ ചിറക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതാണ് സെക്രട്ടേറിയറ്റിലേക്കൊന്നും ഞാനില്ല, ഞാൻ ഇവിടെ ഇരുന്ന് മത്സരിക്കാം, ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ചോളാം എന്ന് തീരുമാനിച്ചത്. ഈ സനാതന ധർമ്മവുമായിട്ട് അതിലാണ് സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിൽ പോകുന്നത് അല്ലെ. സനാതന ധർമ്മത്തോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ജി സുധാകരന്റെ ഭാഗത്ത് നമ്മൾ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ BJPയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത് നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ. അതായത് സുധാകരൻ ഇപ്പൊ പറഞ്ഞത് എന്താണ്, കാപട്യമില്ലാത്ത മതേതരത്വം RSSന്റെ കയ്യിലേ ഉള്ളൂ. ബാക്കി മതേതരത്വം എന്നൊക്കെ പറയുന്നത് കാപട്യമാണ്. അത് സുധാകരൻ പറഞ്ഞത് ശരിയാ. സുധാകരന് ഈ ചരിത്രമൊക്കെ അറിയാം. സുധാകരൻ എന്നോട് സംസാരിക്കുമ്പോൾ ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ശ്രീനിവാസൻ മറ്റേ പറഞ്ഞു വലിയൊരു ഷേക്സ്പിയർ പ്രൊഫസർ ഉണ്ടായിരുന്നില്ലേ SN കോളേജിൽ അല്ലേ, അദ്ദേഹത്തിന്റെ ഒക്കെ ശിഷ്യനോ ഷേക്സ്പിയർ വേലായുധൻ നായരുടെ ഒക്കെ ശിഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഈ ഇദ്ദേഹം പറഞ്ഞു ഈ മറ്റുള്ളവരുടെ മതേതരത്വം അല്ലെങ്കിൽ ഇപ്പൊ CPMന്റെ തന്നെ മതേതരത്വം കാപട്യമാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതിന്റെ. നെഹ്റുവിന്റെ മതേതരത്വം കാപട്യമില്ലായിരുന്നു. നെഹ്റുവിന്റെ മതേതരത്വം കാപട്യമാണെന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന് ചക്രവർത്തിയായിട്ട് ഓഗസ്റ്റ് 14-ാം തീയതി അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അഭിഷേകം ചെയ്തത്. പിന്നെ വണ്ടിയിൽ നഗരപ്രദക്ഷിണം പണ്ഡിറ്റുമാര് വന്നിട്ട് പൂജാരിമാര് വന്നിട്ടാണല്ലോ കിരീടധാരണം നടത്തിയത്. ശുഭമുഹൂർത്തം നോക്കി, അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ടല്ലേ 14 പാതിരയ്ക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ നല്ല പകല് സ്വാതന്ത്ര്യ ദിനം വെക്കാമായിരുന്നില്ല. എല്ലാം നോക്കിയിട്ടാണ്. സ്വന്തം കാര്യം വരുമ്പോ ഇതൊക്കെ നോക്കും. അല്ലാത്ത കാര്യം വരുമ്പോ മറ്റേ രാജേന്ദ്ര പ്രസാദ് KM മുൻഷിയൊക്കെ ആയിട്ട് അടിക്കും. സോമനാഥ ക്ഷേത്രം പരിഷ്കരിക്കണം, അതിന്റെ അഭിഷേകത്തിൽ പങ്കെടുക്കുമെന്ന് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു പറ്റില്ലെന്ന്, നിങ്ങൾ പങ്കെടുക്കണ്ട. അതിന്റെ പരിഷ്കരണത്തിന് പട്ടേൽ തുനിഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. KM മുൻഷി അതിന്റെ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. KM മുൻഷി നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ട് പോയി. അപ്പൊ ഈ കപട മതേതരത്വത്തിനോട് കലഹിച്ച ആളുകൾ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ തന്നെ ഈ വിവരമുള്ള എല്ലാവരും രാജിവെച്ചവരെ നോക്കുക. ജോൺ മത്തായി ഒഴിച്ച് ബാക്കി എല്ലാവരും സനാതനികളല്ലേ രാജിവെച്ചവര്. അംബേദ്കർ, ശ്യാമപ്രസാദ് മുഖർജി, KM മുൻഷി, കലഹിച്ച് നടന്ന സർദാർ പട്ടേല്, ഇവരൊക്കെ സനാതനത്തിന്റെ പാതയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ വൈകിയാണെങ്കിലും ഇപ്പൊ തിരിച്ചറിഞ്ഞു RSSന്റെ മതേതരത്വമാണ് കാപട്യമില്ലാത്ത മതേതരത്വം എന്ന് സുധാകരൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തിന്റെ കൂടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കും എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.